നെക്സ്റ്റ് സെക്ഷൻ സർഫസ് ഇൻ സ്പേസ്. ഈ സെക്ഷനിൽ നമ്മൾ 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഡിഫറെൻറ്റ് സർഫസസിനെ സ്കെച്ച് ചെയ്യുന്നതാണ് പഠിക്കുന്നത്. ഇതിലെ ഫസ്റ്റ് ടോപ്പിക്ക് ട്രേസസ് ആണ്. പ്ലെയിൻ കേവ്സിൻ്റെ ഗ്രാഫ് ആ കേവ് XY ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ ഹെൽപ്പോട് കൂടി സ്കെച്ച് ചെയ്യുന്നത് പോലെ സ്പേസിലുള്ള സർഫസിൻ്റെ കേസിൽ ആ സർഫസിൻ്റെ കോർഡിനേറ്റ് പ്ലെയിനിലുള്ള ട്രേസസിൻ്റെ ഹെൽപ്പോട് കൂടി ആ സർഫസ് നമുക്ക് സ്കെച്ച് ചെയ്യാം. അവിടെ XY ആക്സിസിനെ കേവ് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിനെയാണ് ആ കേവിൻ്റെ X ആൻഡ് Y ഇൻ്റർസെപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. പ്ലെയിൻ കേവ്സിൻ്റെ കേസിൽ ആ കേവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ആ ലൈനിൻ്റെ X ആൻഡ് Y ഇൻ്റർസെപ്റ്റ്സ് മാത്രം യൂസ് ചെയ്ത് നമുക്ക് ആ കേവ് എക്സാക്ട്ലി സ്കെച്ച് ചെയ്യാവുന്നതാണ്. മറ്റ് പ്ലെയിൻ കേവ്സിൻ്റെ കേസിൽ XY ഇൻ്റർസെപ്റ്റ്സിൻ്റെ കൂടെ സം സ്പെസിഫിക് പോയിൻറ്റ്സ് കൂടി പ്ലോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ കേവ് സ്കെച്ച് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ 3 ഡയമെൻഷണൽ കേസിലേക്ക് വരുമ്പോൾ ഒരു സർഫസിൻ്റെ കോർഡിനേറ്റ് പ്ലെയിനിലുള്ള ട്രേസസിൻ്റെ ഹെൽപ്പോട് കൂടി ആ സർഫസിനെ നമുക്ക് സ്കെച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ട്രേസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സർഫസ് പ്ലെയിൻസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കേവ്സ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സർഫസ് XY പ്ലെയിനിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് XY പ്ലെയിനിലുള്ള ഒരു കേവ് ആയിരിക്കും. അതായത് ഗിവൺ സർഫസിനെ XY പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ആ പ്ലെയിനിലുണ്ടാകുന്ന സർഫസിൻ്റെ പോർഷൻ അതാണ് XY ട്രേസ്. ചിലപ്പോൾ ഈ ട്രേസ് ഒരു സിംഗിൾ പോയിൻ്റ് മാത്രമാകും. ജനറലി കോർഡിനേറ്റ് പ്ലെയിനിലുള്ള കേവ്സ് ആയിരിക്കും ട്രേസസ്. ഒരു സർഫസിൻ്റെ XY പ്ലെയിനിലുള്ള ട്രേസിനെയാണ് ആ സർഫസിൻ്റെ XY ട്രേസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ YZ പ്ലെയിനിലുള്ള ട്രേസിനെ YZ ട്രേസ് എന്നും XZ പ്ലെയിനിലുള്ള ട്രേസിനെ XZ ട്രേസ് എന്നും വിളിക്കുന്നു. സർഫസിൻ്റെ XY ട്രേസ് സ്കെച്ച് ചെയ്യുവാൻ ആ സർഫസിൻ്റെ ഇക്വേഷനിൽ Z=0 എന്ന് സെറ്റ് ചെയ്യുന്നു. ദെൻ റിസൾട്ടിംഗ് ഇക്വേഷൻ XY പ്ലെയിനിലുള്ള ഏതെങ്കിലും കേവിൻ്റെ ഇക്വേഷൻ ആയിരിക്കും. ആ കേവിൻ്റെ ഗ്രാഫ് XY പ്ലെയിനിൽ സ്കെച്ച് ചെയ്യുക. അതായിരിക്കും ആ സർഫസിൻ്റെ XY പ്ലെയിനിലുള്ള ട്രേസ്. ദെൻ അതുപോലെ തന്നെ ബാക്കി ട്രേസസും നമുക്ക് സ്കെച്ച് ചെയ്യാവുന്നതാണ്. YZ ട്രേസിന് വേണ്ടി സർഫസിൻ്റെ ഇക്വേഷനിൽ X=0 എന്ന് സെറ്റ് ചെയ്ത് റിസൾട്ടിംഗ് കേവ് YZ പ്ലെയിനിൽ സ്കെച്ച് ചെയ്യുക. XZ ട്രേസിന് വേണ്ടി Y=0 എന്ന് സെറ്റ് ചെയ്ത് റിസൾട്ടിംഗ് കേവ് XZ പ്ലെയിനിൽ സ്കെച്ച് ചെയ്യുക. പ്ലെയിനിലുള്ള ചില കേവ്സ് X ആക്സിസിനെയോ അതല്ലെങ്കിൽ Y ആക്സിസിനെയോ മീറ്റ് ചെയ്യാറില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ X ആക്സിസിനോട് പാരലലായിട്ട് 0,1 എന്നുള്ള പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലൈൻ കൺസിഡർ ചെയ്യുക. അത് X ആക്സിസിനെ മീറ്റ് ചെയ്യുന്നില്ല. സോ ആ ലൈനിന് X ഇൻ്റർസെപ്റ്റ് ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ ചില സർഫസ് കോർഡിനേറ്റ് പ്ലെയിനിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടാകില്ല. ആ സിറ്റുവേഷനിൽ ആ കോർഡിനേറ്റ് പ്ലെയിനിൽ ഗിവൺ സർഫസിന് ട്രേസ് ഉണ്ടാകുകയില്ല. സ്പേസ് കേവ്സിൻ്റെ കേസിൽ ആ സർഫസ് ഏതെങ്കിലും ഒരു പ്ലെയിൻ ആണെങ്കിൽ അതിൻ്റെ XY YZ XZ ട്രേസസ് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലെയിനിനെ സ്കെച്ച് ചെയ്യാവുന്നതാണ്. ജനറൽ കേസിൽ നമ്മൾ ആ സർഫസിൻ്റെ കോർഡിനേറ്റ് പ്ലെയിൻസിനോട് പാരലലായിട്ടുള്ള പ്ലെയിൻസിലുള്ള ട്രേസസ് കൂടി യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി പ്ലെയിൻ വിത്ത് ഇക്വേഷൻ 4x + 2y + 3z = 12. ഫൈൻഡ് ദി ട്രേസസ് ഓഫ് ദി പ്ലെയിൻ ഇൻ ദി കോർഡിനേറ്റ് പ്ലെയിൻസ് ആൻഡ് സ്കെച്ച് ദി പ്ലെയിൻ. സോ ഇവിടെ തന്നിട്ടുള്ള പ്ലെയിനിൻ്റെ കോർഡിനേറ്റ് പ്ലെയിൻസിലുള്ള ട്രേസസ് കണ്ടുപിടിക്കുവാനും അതിനുശേഷം ആ പ്ലെയിൻ സ്കെച്ച് ചെയ്യുവാനുമാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ പ്ലെയിനിൻ്റെ XY ട്രേസ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ആ പ്ലെയിനിൻ്റെ ഇക്വേഷനിൽ Z=0 എന്ന് സെറ്റ് ചെയ്യുന്നു. ദെൻ റിസൾട്ടിംഗ് ആയിട്ടുള്ള കേവ് 4x + 2y = 12. അത് XY പ്ലെയിനിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ്. ആ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ XY പ്ലെയിനിൽ ട്രേസ് ചെയ്യുന്നു. ആ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് XY പ്ലെയിനിൽ ട്രേസ് ചെയ്യുവാൻ വേണ്ടി ആ ലൈനിൻ്റെ Xഉം Yയും ഇൻ്റർസെപ്റ്റ്സ് കണ്ടുപിടിച്ചാൽ മതി. ആ ലൈൻ X ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് 3,0 എന്നുള്ള പോയിൻറ്റിലും അതുപോലെ Y ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് 0,6 എന്നുള്ള പോയിൻറ്റിലുമാണ്. സോ കറസ്പോണ്ടിങ് ആയിട്ട് സ്പേസിലുള്ള പോയിൻറ്റ് 3,0,0യും അതുപോലെ 0,6,0യുമാണ്. ദെൻ ആ രണ്ട് പോയിൻറ്റ്സും സ്പേസിലുള്ള XY പ്ലെയിനിൽ പ്ലോട്ട് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗിവൺ പ്ലെയിനിൻ്റെ XY ട്രേസ് കിട്ടും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ട്രേസ് വരയ്ക്കേണ്ടത് റൈറ്റ് ഹാൻഡഡ് സിസ്റ്റത്തിലായിരിക്കണം, അതായത് സ്പേസിലായിരിക്കണം. Xഉം Yയും Zഉം ആക്സിസും വരച്ചിട്ട് വേണം സ്കെച്ച് ചെയ്യുവാൻ. ഇവിടെ സ്കെച്ച് ചെയ്തിട്ടുള്ളത് ആ പ്ലെയിനിൻ്റെ XY ട്രേസിൻ്റെ XY പ്ലെയിനിലുള്ള ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള പോർഷൻ മാത്രമാണ്. അത് രണ്ട് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ YZ ട്രേസ് കണ്ടുപിടിക്കുവാൻ വേണ്ടി ആ പ്ലെയിനിൻ്റെ ഇക്വേഷനിൽ X=0 എന്ന് സെറ്റ് ചെയ്യുന്നു.
ദെൻ റിസൾട്ടിങ് ആയിട്ടുള്ള കേവിൻ്റെ ഇക്വേഷൻ 2y + 3z = 12. അത് YZ പ്ലെയിനിലുള്ള ഒരു സ്ട്രേറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ്. ആ സ്ട്രേറ്റ് ലൈൻ YZ പ്ലെയിനിൽ സ്കെച്ച് ചെയ്യുവാൻ വേണ്ടി ആ ലൈനിൻ്റെ Y ആൻഡ് Z ഇൻ്റർസെപ്റ്റ്സ് കണ്ടുപിടിക്കുന്നു. ആ ലൈനിൻ്റെ Y ഇൻ്റർസെപ്റ്റ് 6ഉം Z ഇൻ്റർസെപ്റ്റ് 4ഉമാണ്. ദെൻ അത് YZ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്ത് ഒരു സ്ട്രേറ്റ് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗിവൺ പ്ലെയിനിൻ്റെ YZ ട്രേസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ XZ ട്രേസ് കണ്ടുപിടിക്കുവാൻ വേണ്ടി ആ പ്ലെയിനിൻ്റെ ഇക്വേഷനിൽ y = 0 എന്ന് സെറ്റ് ചെയ്യുന്നു. ദെൻ റിസൾട്ടിങ് ആയിട്ടുള്ള കേവിൻ്റെ ഇക്വേഷൻ 4x + 3z = 12. അത് XZ പ്ലെയിനിലുള്ള ഒരു സ്ട്രേറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ്. ആ സ്ട്രേറ്റ് ലൈൻ XZ പ്ലെയിനിൽ സ്കെച്ച് ചെയ്യുവാൻ വേണ്ടി ആ ലൈനിൻ്റെ X ആൻഡ് Z ഇൻ്റർസെപ്റ്റ്സ് കണ്ടുപിടിക്കുന്നു. ആ ലൈനിൻ്റെ X ഇൻ്റർസെപ്റ്റ് 3ഉം Z ഇൻ്റർസെപ്റ്റ് 4ഉമാണ്. അത് XZ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്ത് സ്ട്രേറ്റ് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗിവൺ പ്ലെയിനിൻ്റെ XZ ട്രേസ് നമുക്ക് കിട്ടും. സോ നമ്മൾ ആ ഗിവൺ പ്ലെയിനിൻ്റെ XY ട്രേസും YZ ട്രേസും അതുപോലെ XZ ട്രേസും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ദെൻ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ആ പ്ലെയിൻ സ്കെച്ച് ചെയ്യാവുന്നതാണ്. ട്രേസസ് യൂസ് ചെയ്തിട്ട് ആ പ്ലെയിൻ സ്കെച്ച് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ 4ാമത്തെ ഫിഗറിൽ കിടക്കുന്നത്. ഇത് ആ പ്ലെയിനിൻ്റെ ഫസ്റ്റ് ഒക്ടൻറ്റിലുള്ള പോർഷൻ മാത്രമാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് S be the surface defined by Z = x² + y². അതിൽ ഫസ്റ്റ് വൺ, ഫൈൻഡ് ദി ട്രേസസ് ഓഫ് S in the coordinate planes. സെക്കൻഡ് വൺ, ഫൈൻഡ് ദി ട്രേസസ് ഓഫ് S in the plane Z = k where k is a constant. തേർഡ് വൺ, sketch the surface S. സോ നമുക്കിവിടെ ഒരു സർഫസ് തന്നിട്ടുണ്ട് Z = x² + y². അതിൻ്റെ ആദ്യത്തെ പാർട്ടിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് കോർഡിനേറ്റ് പ്ലെയിൻസിലുള്ള ആ സർഫസിൻ്റെ ട്രേസസ് കണ്ടുപിടിക്കുവാനാണ്. അതുപോലെ സെക്കൻഡ് പാർട്ടിൽ Z = k എന്നുള്ള പ്ലെയിനിലുള്ള സർഫസിൻ്റെ ട്രേസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. Z = k എന്നുള്ളത് XY പ്ലെയിനിനോട് പാരലലായിട്ട് 0, 0, k എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷനാണ്. കെയുടെ വാല്യൂസ് മാറുന്നതിനനുസരിച്ച് XY പ്ലെയിനിനോട് പാരലലായിട്ട് വരുന്ന വിധത്തിൽ ഡിഫറെൻറ്റ് പ്ലെയിൻസ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ദെൻ ആ പ്ലെയിൻസിലുള്ള ഗിവൺ സർഫസിൻ്റെ ട്രേസസ് കൂടി കണ്ടുപിടിക്കുവാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മൂന്നാമത്തെ പാർട്ടിലാണ് ആ സർഫസ് സ്കെച്ച് ചെയ്യുവാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കാദ്യം കോർഡിനേറ്റ് പ്ലെയിൻസിലുള്ള സർഫസിൻ്റെ ട്രേസസ് നോക്കാം. ആദ്യം XY പ്ലെയിനിലുള്ള ട്രേസ് എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി ആ സർഫസിൻ്റെ ഇക്വേഷനിൽ Z = 0 എന്ന് സെറ്റ് ചെയ്യുന്നു. ദെൻ റിസൾട്ടിങ് ആയിട്ടുള്ള കേവിൻ്റെ ഇക്വേഷൻ x² + y² = 0. അത് XY പ്ലെയിനിലുള്ള ഒരു കേവിൻ്റെ ഇക്വേഷനാണ്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ആകെ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ, 0, 0. അതായത് ഒറിജിൻ മാത്രമാണ് x² + y² = 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ ഗിവൺ സർഫസിൻ്റെ XY പ്ലെയിനിലുള്ള ട്രേസ് വരുന്നത് ഒരു സിംഗിൾ പോയിന്റ് മാത്രമാണ്, അത് ഒറിജിൻ മാത്രമാണ്. അതവിടെ ആദ്യത്തെ ഫിഗറിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ സർഫസിൻ്റെ YZ ട്രേസ് കണ്ടുപിടിക്കുവാൻ വേണ്ടി സർഫസിൻ്റെ ഇക്വേഷനിൽ x = 0 എന്ന് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് Z = y² എന്ന് കിട്ടും. അത് YZ പ്ലെയിനിലുള്ള പരാബോളയുടെ ഇക്വേഷനാണ്. അതവിടെ സെക്കൻഡ് ഫിഗറിൽ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. YZ പ്ലെയിനിൽ Z = y² എന്നുള്ള പരാബോള സ്കെച്ച് ചെയ്യുന്നു. അതിനുശേഷം ഗിവൺ സർഫസിൻ്റെ XZ ട്രേസ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ സർഫസിൻ്റെ ഇക്വേഷനിൽ y = 0 എന്ന് സെറ്റ് ചെയ്യുന്നു. ദെൻ റിസൾട്ടിങ് ആയിട്ടുള്ള കേവിൻ്റെ ഇക്വേഷൻ Z = x². അത് XZ പ്ലെയിനിലുള്ള പരാബോളയുടെ ഇക്വേഷനാണ്. അതവിടെ തേർഡ് ഫിഗറിൽ സ്കെച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. സ്പേസിലുള്ള XZ പ്ലെയിനിൽ Z = x² എന്നുള്ള പരാബോള സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഗിവൺ സർഫസിൻ്റെ XZ ട്രേസ്. സോ തന്നിട്ടുള്ള സർഫസിൻ്റെ കോർഡിനേറ്റ് പ്ലെയിൻസിലുള്ള ട്രേസസ് നമ്മൾ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. ദെൻ സെക്കൻഡ് പാർട്ടിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് XY പ്ലെയിനിനോട് പാരലലായിട്ട് Z = k എന്നുള്ള പ്ലെയിനിലുള്ള സർഫസിൻ്റെ ട്രേസ് സ്കെച്ച് ചെയ്യുവാനാണ്. അതിനുവേണ്ടി ഗിവൺ സർഫസിൻ്റെ ഇക്വേഷനിൽ Z = k എന്ന് സെറ്റ് ചെയ്യുമ്പോൾ x² + y² = k എന്ന് കിട്ടും. അത് XY പ്ലെയിനിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഒറിജിൻ സെൻറ്റർ ആയിട്ട് √k റേഡിയസ് ആയിട്ട് വരുന്ന സർക്കിളിൻ്റെ ഇക്വേഷനാണ്. ഇവിടെ ഒരു കണ്ടീഷനുണ്ട്, k എന്നുള്ളത് > 0 ആയിരിക്കണം. നമുക്ക് ഈ കേവ് സ്കെച്ച് ചെയ്യേണ്ടത് Z = k എന്നുള്ള പ്ലെയിനിലാണ്. സോ ഗിവൺ കേവ് Z = k എന്നുള്ള പ്ലെയിനിൽ സ്കെച്ച് ചെയ്യുമ്പോൾ Z = k എന്നുള്ള പ്ലെയിൻ Z ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് സെൻറ്റർ ആയിട്ട് വരുന്ന √k റേഡിയസ് ആയിട്ട് വരുന്ന സർക്കിളായിരിക്കും. ഇവിടെ ഒരു കണ്ടീഷനുണ്ട്, k എന്നുള്ളത് > 0 ആയിരിക്കണം. k < 0 ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കേവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് x² + y² = k എന്നുള്ള വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള പോയിൻറ്റ്സ് ഉണ്ടായിരിക്കുകയില്ല. സോ
കെ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ മാത്രമായിരിക്കും ഈ സർഫസിന് സെഡ് ഈക്വൽ ടു കെ എന്നുള്ള പ്ലെയിനിൽ ട്രേസ് ഉണ്ടായിരിക്കുകയുള്ളൂ. സെഡ് ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ, അതായത് കെയുടെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ അത് XY പ്ലെയിനിൻ്റെ ഇക്വേഷനാണ്. സെഡ് ഈക്വൽ ടു 0 എന്നുള്ളത് XY പ്ലെയിനിൻ്റെ ഇക്വേഷനാണ്. ദെൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേവിൻ്റെ ഇക്വേഷൻ x² + y² ഈക്വൽ ടു 0. അതൊരു സിംഗിൾ പോയിൻ്റ് മാത്രമായിരിക്കും, ഒറിജിൻ മാത്രമായിരിക്കും x² + y² ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അത് നമ്മൾ ഓൾറെഡി ആദ്യത്തെ കേസിൽ, അതായത് ഈ സർഫസിൻ്റെ XY ട്രേസിൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ സർഫസ് XY പ്ലെയിനിനെ മീറ്റ് ചെയ്യുന്ന കേവ് ഒരു സിംഗിൾ പോയിൻ്റ് മാത്രമായിരിക്കും. അതുപോലെ തന്നെ കെയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇതിന് ട്രേസ് ഉണ്ടായിരിക്കുകയില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സർഫസ് XY പ്ലെയിനിൻ്റെ മുകൾ ഭാഗത്തായിരിക്കും ലൈ ചെയ്യുന്നത്. XY പ്ലെയിനിൻ്റെ താഴെയുള്ള ഭാഗത്ത്, അതായത് സെഡ് എന്നുള്ളത് നെഗറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് സെഡ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സർഫസ് ഉണ്ടായിരിക്കുകയില്ല. സോ സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒക്ടൻറ്റിൽ മാത്രമായിരിക്കും ഈ സർഫസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ സെഡ് ഈക്വൽ ടു 0 എന്നുള്ള കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് സിംഗിൾ പോയിൻ്റ് 0 മാത്രമാണ്. അതിന് നമ്മൾ ഡീജനറേറ്റ് സർക്കിൾ എന്നും വിളിക്കാറുണ്ട്. സോ ജനറലായിട്ട് പറയുമ്പോൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ സെഡ് ഈക്വൽ ടു കെ എന്നുള്ള പ്ലെയിനിലുള്ള സർഫസിൻ്റെ ട്രേസ് സെഡ് ഈക്വൽ ടു കെ എന്നുള്ള പ്ലെയിൻ സെഡ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് സെൻറ്റർ ആയിട്ട് √k റേഡിയസ് ആയിട്ടുള്ള സർക്കിളായിരിക്കും. ദെൻ നമുക്ക് ഈ ട്രേസസ് യൂസ് ചെയ്ത് ആ സർഫസ് സ്കെച്ച് ചെയ്യാം. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ട്രേസസ് യൂസ് ചെയ്ത് ആ സർഫസ് സ്കെച്ച് ചെയ്തിട്ടുള്ളതാണ്. അവിടെ 5th ഫിഗറിൽ ആ സർഫസിനെ സർക്കുലർ പരാബോളോയിഡ് എന്നാണ് വിളിക്കുന്നത്. കാരണം XY പ്ലെയിനിനോട് പാരലൽ ആയിട്ടുള്ള ഏതൊരു പ്ലെയിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ആ പ്ലെയിനിൽ ഈ സർഫസിന് ഒരു ട്രേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സർക്കിളായിരിക്കും. അതുപോലെ YZ പ്ലെയിനിനോട് പാരലൽ ആയിട്ടുള്ള ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലെയിനിൽ ഈ ഒരു സർഫസിന് ഒരു ട്രേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പരാബോളയായിരിക്കും. അതുപോലെ തന്നെ XZ പ്ലെയിനിനോട് പാരലൽ ആയിട്ടുള്ള ഏതൊരു പ്ലെയിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ആ പ്ലെയിനിൽ ഈ സർഫസിന് ഒരു ട്രേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പരാബോളയായിരിക്കും. അതുകൊണ്ട് ഈ സർഫസിനെ നമ്മൾ സർക്കുലർ പരാബോളോയിഡ് എന്നാണ് വിളിക്കുന്നത്.